ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അറാഫിലെ മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട മൂസ അലൈഹിസ്സലാമും ആ കാലഘട്ടത്തിലെ ഏകാധിപതിയായ ഭരണാധികാരി ഫിർഔനും തമ്മിലുണ്ടായിട്ടുള്ള സംവാദങ്ങളും മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമാണ് 103 മുതലുള്ള ആയത്തുകളിൽ നാം മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഞങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൂതന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം ചില ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിച്ചു. എന്തൊക്കെയായിരുന്നു? തൻ്റെ കയ്യിലെ വടി നിലത്തിടുന്നു, അപ്പൊ അത് പാമ്പായി മാറുന്നു. മറ്റൊന്ന്, കൈ കക്ഷത്ത് വെച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് വെട്ടിത്തിളങ്ങുന്നു. ഇങ്ങനെ ചില ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിച്ചപ്പോ ഫിർഔനും കൂട്ടരും എന്താ പറഞ്ഞത്? ഇന്ന ഹാദാ ലസാഹിറുൻ അലീം എന്നാണ് പറഞ്ഞത്. 108-ാമത്തെ ആയത്തിൽ ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇയാള് പഠിച്ച ജാലവിദ്യക്കാരനാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു. ഇയാളുടെ ഉദ്ദേശം എന്താണ്? യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും, നിങ്ങളെ, ഈജിപ്തുകാരെ, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നത്. ഫമാദാ തഅ്മുറൂൻ, അതിനാൽ ഇയാളുടെ കാര്യത്തിൽ നാം എന്ത് തീരുമാനം എടുക്കണം? നിങ്ങൾ കൽപ്പിച്ചാലും നിർദ്ദേശിച്ചാലും. ഒരുപക്ഷെ ഫിർഔൻ തൻ്റെ രാജസദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുന്നതായിരിക്കണം ഈ വാക്കുകൾ എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് 111 മുതലുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ അർജിഹ് വഅഖാഹു വഅർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ يأتوك بكل ساحر عليم. وجاء السحرة فرعون قالوا إن لنا لأجرا إن كنا نحن الغالبين. قال نعم وإنكم لمن المقربين. അങ്ങനെ ഫിർഔനും കൂട്ടരും മൂസ അലൈഹിസ്ലാമിനെ ഭീകരനായിട്ട് പ്രഖ്യാപിക്കാൻ, അഥവാ ഈജിപ്തിലുള്ളവരെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് അട്ടിമറി ശ്രമം നടത്താൻ വേണ്ടിയാണ് ഇയാൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഫമാദാ തഅ്മുറൂൻ, അതിനാൽ രാജസദസ്സേ, നിങ്ങൾക്ക് എന്താണ് എന്നോട് കൽപ്പിക്കാനുള്ളത് എന്നാണ് ചോദിച്ചത്. അങ്ങനെ അവര് മറുപടി പറയാണ്. 111-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. ഖാലു, അവർ പറഞ്ഞു, അർജിഹ് വഅഖാഹു വഅർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ. അർജിഹ്, അവനെ പിന്തിക്കുക അല്ലെങ്കിൽ പിടിച്ചു വെക്കുക. വഅഖാഹു, അവന്റെ സഹോദരനെയും. ആരെ സഹോദരൻ? ഹാറൂൻ അലൈഹിസ്സലാമാണ്. വഅർസിൽ, അതോടൊപ്പം താങ്കൾ അയക്കുകയും ചെയ്യണം. ഫിൽ മദാഇൻ, മദീന പട്ടണം, മദാഇൻ പട്ടണങ്ങളില്, ഹാശിരീൻ, ഒരുമിച്ചു കൂട്ടുന്ന ദൂതന്മാരെ പറഞ്ഞയക്കണം. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് വിഷയം? നമുക്ക് മൂസയെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല.
അതുകൊണ്ട് അർജി ഇവിടെ തന്നെ പിടിച്ചു വെക്കണം, പുറത്തു വിടരുത്, ഇയാളെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു വെക്കണം എന്ന പോലെ. കാരണം ഇയാൾ ഭയങ്കര ഭീകരനാണ്, തീവ്രവാദിയാണ്, ഈ രാജ്യത്ത് അട്ടിമറി ശ്രമം നടത്തുകയാണ്. അതിനാൽ ഇവിടെ തന്നെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കണം. അർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ, എന്നിട്ട് പട്ടണങ്ങളിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ആളുകളെ പറഞ്ഞയക്കണം. യഅ്തൂക ബികുല്ലി സാഹിരിൻ അലീം, 112-ാമത്തെ ആയത്ത് കൂടി ചേർത്ത് വായിക്കണം. യഅ്തൂ വരും, അത്താ യഅ്തി വന്നു എന്നാണ്. യഅ്തൂ അവർ വരും, ക നിന്റെ അടുക്കൽ, അഥവാ മഹാരാജാവായ ഭരണാധികാരിയായ ഫിർഔനോടാണ് രാജസദസ്സ് സംസാരിക്കുന്നത്. യഅ്തൂക ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ കൊണ്ടുവരട്ടെ എന്നാണ്. ബികുൽ എല്ലാവരെയും, സാഹിർ സകല മാന്ത്രികരെയും കൊണ്ടുവരട്ടെ, അലീം നന്നായിട്ട് സമർത്ഥമായിട്ട് ജാലവിദ്യ കാണിക്കാൻ കഴിയുന്ന ആളുകളെ അവർ കൊണ്ടുവരട്ടെ. ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടത്. യഅ്തൂക ബികുല്ലി സാഹിരിൻ അലീം, നന്നായി പഠിച്ചിട്ടുള്ള സകല ജാലവിദ്യക്കാരെയും അവർ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ഇവരെ രണ്ടുപേരെയും പിടിച്ചു വെക്കുക, എന്നിട്ട് ഈജിപ്തിലെ പട്ടണങ്ങളിൽ ഒരു വിളംബരം നടത്തണം. എന്താണ്? മൂസ അലൈഹിസ്ലാമും ഹാറൂൻ അലൈഹിസ്ലാമും കാണിച്ചിട്ടുള്ള ചില വിദ്യകളുണ്ടല്ലോ. ഈ വടി നിലത്തിടുമ്പോൾ പാമ്പായി, കൈ കക്ഷത്ത് വെച്ചപ്പോൾ വെട്ടിത്തിളങ്ങുന്നു, ഇതൊക്കെ ജാലവിദ്യയാണ് എന്നവർ പറഞ്ഞു. അതിനാൽ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ജാലവിദ്യക്കാരെ കൊണ്ടുവന്ന് ഇവരുമായിട്ടൊരു മത്സരം നടത്തണം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വിളംബരം നടത്താൻ ആളുകളെ പട്ടണങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ. അങ്ങനെ അവര് നാടുകളിലെ പ്രഗത്ഭരായ വിദഗ്ധരായ ജാലവിദ്യക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി കൊണ്ടുവരട്ടെ. അലീം എന്ന് പറയുമ്പോൾ അതിൽ അങ്ങേയറ്റം ആഴത്തിൽ അറിവും കഴിവുമുള്ള എന്നാണ്. ആലിം എന്ന് പറയുന്നതിൻ്റെ കുറച്ചുകൂടി ആഴമേറിയ പ്രയോഗമാണ് അലീം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അവർ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇത് രാജ ഭരണകൂടത്തിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കണം. മൂസയെയും സഹോദരനെയും അങ്ങനെ വിട്ടയച്ചാൽ പറ്റില്ല. ഇവരെ പരാജയപ്പെടുത്തണം, അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം എന്നാണ് പറയുന്നത്. അതില് ഒരു വാക്കുണ്ടല്ലോ 111-ാമത്തെ ആയത്തില്, അർജിഹ് എന്നാണ് വാക്കുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർജിഹു എന്നാണ്. ഇർജാ എന്ന വാക്കിന്റെ ആശയം നീട്ടിവെക്കുക എന്നാണ്. പിന്തിക്കുക, ഒരു കാര്യം സ്റ്റേ ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ പിടിച്ചു വെക്കുക എന്ന ആശയവും ഇതിന് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവരെ പെട്ടെന്ന് പറഞ്ഞു വിടരുത്, അല്പം സാവകാശം എടുത്ത് നമുക്ക് തീരുമാനം എടുക്കണം എന്ന നിലക്കാണ് പറയുന്നത്. അപ്പൊ അർജി അവസാനത്തിലൊരു ഹംസ ഉണ്ട്, തുടക്കത്തിൽ ഹംസ ഉണ്ട് ആ, അതുപോലെ അർജി എന്ന അവസാനത്തിലൊരു ഹംസ ഉണ്ട്. അതിനുശേഷം ഹു എന്ന വാക്കുകൂടി ഉണ്ടല്ലോ, അർജി ഹു, ഇവനെ പിടിച്ചു വെക്കുക എന്ന് പറയുന്നത്. ആ ഹംസും ഹായും ചേർത്ത് ഉച്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അർജിഹ് എന്നാക്കി മാറ്റിയതാണ്. ഹംസ ഒഴിവാക്കിയിട്ട്, അവസാനത്തെ ഹംസ ഒഴിവാക്കിയിട്ട് അവിടെ ഹാ ചേർത്തിട്ട് അർജിഹ് എന്നാക്കിയിട്ട് മാറ്റിയതാണ് ആ വാക്ക് എന്ന് മനസ്സിലാക്കുക. അർജിഹ്, അതിനാൽ പിടിച്ചു വെക്കുക, ഹു ഇവനെ, അഹാഹു ഇവന്റെ സഹോദരനെയും, അർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ, എന്നിട്ട് പട്ടണങ്ങളിൽ ഒരുമിച്ച് കൂട്ടുന്ന വിളംബരക്കാരെ പറഞ്ഞയക്കുക. യഅ്തൂക ബികുല്ലി സാഹിരിൻ അലീം, അങ്ങനെ നല്ല വിദഗ്ധരായ പഠിച്ച സാഹിറുകളെ, ജാലവിദ്യക്കാരെ അവർ കൊണ്ടുവരട്ടെ എന്നാ പറഞ്ഞത്. എന്നിട്ടോ അടുത്ത സൂക്തം ശ്രദ്ധിക്കാം. വജാഅ അസ്സഹറത്തു, 113. വജാഅ അങ്ങനെ വന്നു, അസ്സഹറത്തു സാഹിർ എന്നതിന്റെ ബഹുവചനമാണ് സഹറത്ത് എന്ന വാക്ക്. മാന്ത്രികന്മാർ വന്നു, മാന്ത്രികന്മാർ വന്നു. ഫിർഔനിന്റെ സന്നിധിയിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോ സാഹിറുകൾ, ഈ ജാലവിദ്യക്കാര്
ഫിർഔനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇന്ന ലനാല അജ്റൻ, ഇന്ന തീർച്ചയായും ലന ഞങ്ങൾക്ക് ലഭിക്കില്ലേ, ല അജ്റൻ പ്രതിഫലം ലഭിക്കില്ലേ, ഇൻ കുന്ന നിശ്ചയം ഞങ്ങൾ ആണെങ്കിൽ, നഹ്നു ഞങ്ങൾ തന്നെയാണെങ്കിൽ, അൽ ഗാലിബീൻ വിജയിക്കുന്നത് ഞങ്ങളാണെങ്കിൽ, വിജയിക്കുന്നവർ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും പ്രതിഫലവും ഒക്കെ ലഭിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് തരും? ജാലവിദ്യക്കാര് ഫിർഔനുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാൻ പോവാണ്, കരാറ്. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വരുന്നവര്, പാട്ടുകാരൊക്കെ ആണെങ്കിൽ മുൻകൂട്ടി തന്നെ അവരുടെ ഫീസ് ഇത്രയാണ് എന്ന് പറയും, എന്തൊക്കെ സെറ്റപ്പ് വേണം എന്നതിനെ കുറിച്ചൊക്കെ മുൻകൂട്ടി പറയും. എന്ന പോലെ ഈ ജാലവിദ്യക്കാർ വന്ന് ഭരണാധികാരിയോട് സംസാരിക്കുകയാണ്. ഇന്ന ലനാല അജ്റൻ ഇൻ കുന്ന നഹ്നുൽ ഗാലിബീൻ, ഞങ്ങളാണ് വിജയിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രതിഫലമൊക്കെ കിട്ടുമല്ലോ, പ്രതിഫലം നൽകുമല്ലോ എന്ന് ചോദിക്കാൻ. ഖാല, അപ്പൊ ഫിർഔന്റെ മറുപടി എന്താണ്? 114. നഅം, അതെ, അതിനെന്താ സംശയം? വ ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ലമിനൽ മുഖറബീൻ നിങ്ങൾ നമ്മുടെ ഉറ്റവരിൽ ഏറ്റവും അടുപ്പമുള്ള ആളുകളിൽ ഉൾപ്പെടും എന്നാ പറഞ്ഞത്. നഅം പാരിതോഷികം ഉറപ്പാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭരണകൂടത്തിന്റെ ഏറ്റവും അടുപ്പമുള്ളവരിൽ ഉൾപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്രിസ്ഥാനം നൽകും, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടറാക്കും, അല്ലെ? അങ്ങനെയൊക്കെയാണല്ലോ ആളുകളെ വീഴ്ത്ത. എന്ന രൂപത്തിലാണ് ഫിർഔൻ മറുപടി പറയുന്നത്. എന്തു വേണമെങ്കിലും തരാം എന്ന് പറയാൻ. എന്താ കാരണം? ഭരണകൂടം ആകെ പ്രതിസന്ധിയിൽ അകപ്പെടുകയാണ്. മൂസ വന്നിട്ട് എന്താണ്? പുതിയ ഒരു ജീവിതക്രമം അവതരിപ്പിക്കാൻ. ഈ പ്രപഞ്ചം മുഴുവനും ഏകനായ ഒരു ശക്തിയുടെ ഉടമാവകാശത്തിലുള്ളതാണ്. ഇത് വെറുതെ ഉണ്ടായതല്ല, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. അതുകൊണ്ട് നമ്മൾ അവന്റെ കൽപ്പനയ്ക്ക് വഴങ്ങിയാണ് ജീവിക്കേണ്ടത് എന്നാണ് മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ആ രാജസദസ്സിന്റെ മുമ്പിൽ പറഞ്ഞത്. അപ്പൊ നീ ആരാണ്? ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള, ഈ പ്രപഞ്ചനാഥനിൽ നിന്നുള്ള ദൈവദൂതനാണ് എന്ന് മൂസ അലൈഹിസ്സലാം പറയുന്നു. അപ്പൊ തെളിവ് എന്താണ്? തെളിവ് കാണിച്ചു കൊടുത്തു. തെളിവ് കാണിച്ചപ്പോൾ അവർ ശരിക്കും വിരണ്ടുപോയി. ഇത് ജാലവിദ്യയാണ് എന്ന് ഫിർഔൻ പറയുന്നുണ്ടല്ലോ മൂസ അലൈഹിസ്സലാം കാണിച്ച ആ മോജിസത്തിനെ കുറിച്ച്. അത് ശരിക്കും അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ? അല്ല, അത് ഉഗ്രവിഷമുള്ള, ആരും കണ്ടാൽ ഭയപ്പെട്ടു പോകുന്ന ഒരു വലിയ സർപ്പമായിട്ട് ഇങ്ങനെ പൊളഞ്ഞു നടക്കുമ്പോൾ സകലരും ഭയപ്പെട്ടു പോയിട്ടുണ്ട് ശരിക്കും. പക്ഷെ ഇതിനെ പെട്ടെന്ന് അടിച്ചമർത്താനുള്ള ഒരു നമ്പർ കാണിക്കുകയാണ് ഫിർഔൻ. അപ്പൊ ഇന്നത്തെ ഭാഷയിൽ പത്രക്കാരെയും ചാനലുകാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ മൂസ വെറും ജാലവിദ്യക്കാരനാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ. കാരണം എന്താണ്? പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ല എന്നതാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അല്ലെ? ഇസ്ലാം എന്നത് സത്യമാണ്, ഇത് പ്രകൃതി വിശുദ്ധിയുള്ള ശുദ്ധപ്രകൃതമായ ജീവിതക്രമമാണ് എന്ന് പറയുമ്പോൾ അത് ആളുകൾക്ക് ബോധ്യപ്പെട്ടു പോകും. അപ്പൊ അതിനാൽ അത് ബോധ്യപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇസ്ലാം എന്നത് ഭീകരതയാണ്, മുസ്ലിങ്ങൾ ഭീകരന്മാരാണ്, തീവ്രവാദികളാണ്, അതുകൊണ്ട് അവരെ അകറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ബോധപൂർവം ചില ചർച്ചകൾ സൃഷ്ടിച്ചെടുക്കും. എന്നിട്ട് ചാനലുകളിൽ വൈകുന്നേരമാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. പിന്നെ ചില ഇസ്ലാമിക സംഘടനകളെയൊക്കെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെതിരിൽ ബോധപൂർവം കച്ചകെട്ടി ഇറങ്ങുന്ന രീതി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതേ സ്റ്റൈലിലാണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ള അമാനുഷികമായ ഒരു ദൃഷ്ടാന്തത്തെ, ഇത് വെറും മാജിക്കാണ് എന്ന് പറയുന്നത്. അങ്ങനെ മാത്രമല്ല പറഞ്ഞത്, ഈ മൂസ ഉണ്ടല്ലോ, ഇയാള് നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കുവാൻ, ഇവിടെ ഭീകരതയും തീവ്രവാദവും സൃഷ്ടിക്കുവാൻ വേണ്ടി രംഗത്ത് വന്ന ആളാണെന്ന് കൂടി പറഞ്ഞു, അല്ലെ? ശരിക്കും ആ രണ്ട് മനുഷ്യർ, മൂസ ഹാറൂൻ അലൈഹിമസ്സലാം, അവരുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട്. കാരണം അവരുടെ കയ്യില് സത്യമാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും ഇതൊരു ജാലവിദ്യയാണ് എന്ന രൂപത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള
ഒരു ശ്രമമാണ് ഭരണകൂടം ഇപ്പോൾ ചെയ്യുന്നത് എന്ന് കാണാം. അങ്ങനെ ജാലവിദ്യക്കാരെ വിളിച്ചോണ്ട് വന്നു. അവരെത്ര പേരുണ്ടായിരുന്നു? ഒരു രാജ്യത്തെ മുഴുവൻ ജാലവിദ്യക്കാരെയും വിളിച്ചു കൂട്ടിയത്. പല അഭിപ്രായങ്ങളാണ്. 30,000, 40,000, 60,000, 70,000 എന്ന് വരെ പറയുന്നുണ്ട്. അത്രയും ജാലവിദ്യക്കാരുടെ ഒരു വൻ പടയെ തന്നെയാണ് ഒരുമിച്ച് കൂട്ടിയത്. അപ്പൊ അങ്ങനെ ഒരുമിച്ച് കൂട്ടിയപ്പോ അവരിലെ നേതാക്കന്മാര് ഭരണാധികാരിയോട് സംസാരിക്കുന്നത് കണ്ടോ? എന്താണ്? ഇന്ന ലനാല അജ്റൻ, ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടണം കേട്ടോ. ഇൻ കുന്ന നഹ്നുൽ ഗാലിബീൻ, ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ. ഇത്രേ അവർക്ക് പറയാനുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഉപജീവന മാർഗമാണ് ജാലവിദ്യ. അപ്പൊ അതിനാൽ ഇപ്പൊ കൊട്ടാരത്തിൽ വന്ന ഭരണാധികാരികൾ നേരിട്ട് വിളിച്ചിട്ടല്ലേ അവരുടെ വിദ്യകൾ പ്രകടിപ്പിക്കുന്നത്. അതിനാൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? അവർ കേവലം ഭൗതികമായ ആഗ്രഹങ്ങൾ മാത്രം കൊണ്ടു നടക്കുന്നവരാണ്, അതിനപ്പുറമൊന്നുമില്ല. അതേസമയം മൂസ അലൈഹിസ്ലാമോ അങ്ങനെ ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം രംഗത്ത് വന്ന പ്രവാചകനാണ് മൂസ അലൈഹിസ്ലാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? എവിടെയായാലും അങ്ങനെയാണ്. ഇപ്പോ ഗസയിൽ, ഫലസ്തീനിൽ ശക്തമായ പ്രതിരോധ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിന്റെ പല ഘട്ടങ്ങൾ കണ്ടു അല്ലെ? അഥവാ ഗസയിലെ ആ പ്രതിരോധ സംഘമുണ്ടല്ലോ, അവര് സത്യത്തിന്റെ വഴിയിലാണ്, ജന്മനാടിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അള്ളാഹുവിന്റെ ഖിബ്ലയായ ബൈത്തുൽ മഖ്ദിസിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് മറുവശത്ത് ഇസ്രയേലിലെ യഹൂദ പട്ടാളം, അവരുടെ അവസ്ഥ എന്താണ്? അവര് ജീവിക്കാൻ വേണ്ടിയാണ് സൈനികരായിരിക്കുന്നത്. അതിനാൽ അവരിൽ ഒരാള് കൊല്ലപ്പെടുമ്പോൾ അവർ മൊത്തം വെപ്രാളപ്പെടുകയാണ്. അവരെ വല്ലാത്ത മാനസിക പിരിമുറുക്കം ബാധിച്ചു പലരും പലവിധ ട്രീറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൈനികര്. അതേസമയത്ത് ഗസയില് അവർക്ക് കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നു. നിരന്തരം ആ 40 കിലോമീറ്ററില് നിരന്തരമായിട്ട് ബോംബിങ് നടക്കുന്നു, മക്കൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവര് ഒന്നും പരിഗണിക്കാതെ ഈ സമരമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലെ? ഇടയ്ക്ക് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചപ്പോ, അല്ലെങ്കിൽ അവര് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോ, നമ്മളെ ആക്രമിച്ചതിന് മറുപടിയായിട്ട് ആക്രമണങ്ങൾ നടത്തിയപ്പോ എന്താ ഉണ്ടായത്? ഇസ്രയേലിൽ ആളുകൾ ഇങ്ങനെ ഒന്നിച്ച് പരക്കം പായുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടു അല്ലെ? കാരണം എന്താന്ന് ചോദിച്ചാല്, കേവലം ഭൗതികമായ ലക്ഷ്യങ്ങൾ മാത്രമേ മനുഷ്യനുള്ളൂവെങ്കിൽ അവൻ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? ജീവൻ രക്ഷപ്പെടുത്തണം, ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. അതിനുവേണ്ടിയാണ് അയാളുടെ എല്ലാ ശ്രമവും. അതേ സമയത്ത് മരണത്തിനപ്പുറമുള്ള മറ്റൊരു ലോകത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ ജാലവിദ്യക്കാര് ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നാ ചോദിക്കുന്നത് അല്ലെ? അത്രേ അവരുടെ മനസ്സിൽ ഈ വിഷയമുള്ളൂ. അപ്പോ ഫിർഔൻ പറയാണ്, ഞാൻ അതെ, തീർച്ചയായിട്ടും പ്രതിഫലം തരും, അതിലെന്താ സംശയം? ഇന്നക്കും ലമിനൽ മുഖർറബീൻ, നിങ്ങൾ അതോടുകൂടി നമ്മുടെ ഈ ഭരണകൂടത്തിന്റെ ഏറ്റവും അടുപ്പക്കാരായിട്ട് മാറും, ഇഷ്ടക്കാരായിട്ട് മാറും. കാരണം ഈ ഭരണകൂടം അട്ടിമറിക്കപ്പെടാൻ പോവാണ്. അപ്പൊ അതിനെ പിടിച്ചു നിർത്തുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ഭരണകൂടത്തിന്റെ ആൾക്കാരായിട്ട് മാറും എന്നാണ് പറയുന്നത്. കാരണം ജനങ്ങളെ സ്വാധീനിക്കുവാൻ മൂസ അലൈഹിസ്ലാമിലൂടെ പ്രകടമായ മോചിസത്തിന് കഴിയും എന്ന് തന്നെ ഫിർഔൻ അംഗീകരിക്കാൻ ഖാലു. അപ്പൊ അങ്ങനെ തീരുമാനങ്ങളൊക്കെ ആയി. ഇവര് മഹാസംഗമമായിട്ട് ആ രാജ്യത്തെ മുഴുവൻ മനുഷ്യർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവിടെ വമ്പിച്ചൊരു സ്റ്റേഡിയത്തിനകത്താണ് ഇത് നടക്കുന്നത് എന്ന് സങ്കല്പിക്കാം. അങ്ങനെ 70,000-ഓളം മജീഷ്യന്മാർ ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് മൂസ അലൈഹിസ്ലാമും ഹാറൂൻ അലൈഹിസ്ലാം രണ്ടുപേര് മാത്രം നിൽക്കാൻ അല്ലെ? എല്ലാം കണ്ടുകൊണ്ട് രാജസദസ്സുണ്ട്. രാജസദസ്സാകട്ടെ മജീഷ്യന്മാർക്കായിരിക്കും ഗ്രൗണ്ട് സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ആ സമയത്ത് ഈ മത്സരം ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് മജീഷ്യന്മാര് മൂസ അലൈഹിസ്ലാമിനോട് സംസാരിക്കാൻ ഖാലു, അവര് പറഞ്ഞു, യാ മൂസ, ഓ മൂസ, ഇമ്മ അൻ തുൽഖിയ വ ഇമ്മ അൻ നകൂന നഹ്നുൽ മുൽഖീൻ. മത്സരം തുടങ്ങാൻ പോവാണ്. അപ്പൊ ആർക്കാണ് ടോസ്?
ആരാണ് ആദ്യം തുടങ്ങേണ്ടത് എന്നതൊരു വിഷയമാണല്ലോ. അപ്പൊ അവരതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇമ്മ ആണോ എങ്കിൽ അൻ തുൽഖിയ, അൽഖായുൽഖി ഇട്ടു എന്നാണ് അർത്ഥം. ഇമ്മ അൻ തുൽഖിയ, നീയാണോ ആദ്യം ഇടുന്നത്, അഥവാ നീയാണോ മത്സരത്തിന് തുടക്കം കുറിക്കുന്നത് എന്നാണ് ചോദ്യം. ഒന്നുകിൽ നീ എറിയൽ തുടങ്ങുന്നുവോ, നീ താഴെ ഇടുന്നുവോ, നിന്റെ വിദ്യകൾ ആദ്യം പ്രകടിപ്പിക്കുന്നുവോ. ഇമ്മ അൻ തുൽഖിയ, ഒന്നുകിൽ നീ എറിയുക. വ ഇമ്മ, അല്ലെങ്കിലോ അൻ നകൂന, ഞങ്ങളാകാം, നഹ്നു ഞങ്ങൾ, അൽ മുൽഖീൻ ഈ ആദ്യമായിട്ട് എറിയുന്നത് ഞങ്ങളാകാം എന്നാ പറഞ്ഞത്. വ ഇമ്മ അൻ നകൂന നഹ്നുൽ മുൽഖീൻ, അല്ലയോ മൂസ നീ തുടങ്ങുന്നുവോ അതോ തുടങ്ങുന്നത് ഞങ്ങളാവട്ടെയോ എന്നാ ചോദിച്ചത്. അവരുടെ ഒരു മര്യാദ പ്രകടിപ്പിക്കാം. ഒന്നുകിൽ നീ ആരംഭിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ തുടങ്ങട്ടെയോ. അപ്പോ ഇമ്മ അൻ നകൂന നഹ്നുൽ മുൽഖീൻ എന്ന് പറയുമ്പോൾ ആ പ്രയോഗത്തിൽ തന്നെ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ട്. അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കം അവരാകണം എന്ന് താല്പര്യമുണ്ട്. എന്താ കാരണം? തുടക്കം ആർക്കാണോ കിട്ടുന്നത് അയാളെയാണല്ലോ ജനങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കും. അപ്പൊ ഇത് ജാലവിദ്യയാണ്. ഇപ്പൊ തങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ കാണുമ്പോൾ മറുവശത്തുള്ളവര്, തങ്ങളോട് മത്സരിക്കാൻ വന്ന മൂസയും ഹാറൂനും അലൈഹിം അസ്സലാം, അവര് മാനസികമായിട്ട് പെട്ടെന്നൊന്ന് തളർന്നു പോകും. അപ്പൊ അതുകൊണ്ട് തുടക്കം ഞങ്ങളാവട്ടെ എന്ന് ചോദിക്കാൻ. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ മറുപടിയാണ് 116-ാമത്തെ ആയത്ത്. ഖാല അൽഖൂ ഫലമ്മാ അൽഖൗ സഹറൂ അഅ്യുനൻ നാസി വസ്തർഹബൂഹും വജാഊ ബിസിഹ്റിൻ അളീം. ഖാല, മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, അൽഖൂ, അതെ നിങ്ങൾ തുടങ്ങിക്കൊള്ളുവിൻ, അഥവാ നിങ്ങളുടെ വിദ്യകൾ നിങ്ങൾ പുറത്തെടുത്തുള്ളുവിൻ. അൽഖ ഇട്ടു, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് തുടക്കം കുറിച്ചു എന്നാണ്. അതിന്റെ കൽപ്പനക്രിയാണ് അൽഖി, നീ ഇടുക. അൽഖു, നിങ്ങൾ, നിങ്ങൾ തുടങ്ങിക്കൊള്ളൂ എന്ന് മൂസ അലൈഹി ഇസ്ലാം അവരോട് പറയാണ്. ഫലമ്മ അൽഖൗ, അങ്ങനെ അവർ ഇട്ടപ്പോൾ, അല്ലെങ്കിൽ അവരുടെ വിദ്യകൾ തുടങ്ങിയപ്പോൾ, സഹറു അയുനന്നാസ്, സഹറ വശീകരിച്ചു, സഹറു അവർ വശീകരിച്ചു, അഥവാ ആഭിചാരത്തിന് വിധേയമാക്കി, സിഹറിന് വിധേയമാക്കി. അയുനന്നാസ്, ജനത്തിന്റെ കണ്ണുകളെ, ഐൻ കണ്ണ്, അയുൻ കണ്ണുകൾ, ജനങ്ങളുടെ കണ്ണുകളെ അവര് സിഹിറിൽ പെടുത്തി കളഞ്ഞു, അഥവാ ജാലവിദ്യയിൽ അകപ്പെടുത്തി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരെ വശീകരിച്ചു കഴിഞ്ഞു അവരുടെ കണ്ണുകളെ. വസ്തർഹബൂഹും, ഇസ്തർഹബ, റഹിബ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു എന്നാണ് അർത്ഥം. ഇസ്തർഹബ ഭയപ്പെടുത്തി, അഥവാ ഭീതിപ്പെടുത്തി, അല്ലെങ്കിൽ വിരട്ടിക്കളഞ്ഞു എന്നാണ്. വസ്തർഹബു അവർ വിരട്ടി, ഭയപ്പെടുത്തി, ഹും അവരെ, ആ സദസ്സിനെ ഒന്നടങ്കം പെട്ടെന്നുണ്ടല്ലോ ഒന്ന് ബേജാറിൽ അകപ്പെടുത്തി. വജാഊ അവർ വന്നിരിക്കുകയാണ്, ബിസിഹ്റിൻ ഒരു ജാലവിദ്യയുമായിട്ട്, അളീം ഗംഭീരമായ ജാലവിദ്യയുമായിട്ടാണ് ഈ ജാലവിദ്യക്കാർ വന്നിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? പെട്ടെന്ന് അവർ ചില നമ്പറുകൾ കാണിച്ചു. അങ്ങനെയല്ലേ ജാലവിദ്യക്കാരുണ്ടാകാം. പെട്ടെന്നാണ് അവര് കർട്ടൻ നീക്കുന്നു, പെട്ടെന്ന് ചടുലമായിട്ട് രംഗത്ത് വരുന്നു, പെട്ടെന്നൊരു ബഹളം ഉണ്ടാക്കുന്നു, ഒരു സ്ഫോടനം പോലെ ശബ്ദം, ഒരു പെട്ടെന്ന് പുകച്ചുരുളുകൾ, പുകമറയുണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല രീതികൾ കാണിക്കും. നാടകീയമായിരിക്കും അവരുടെ രീതി. നമ്മൾ മാജിക് കാണുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെ ശ്രദ്ധ ഒന്നിലേക്ക് തിരിച്ചിട്ട് അവർ വേറെ പണികൾ ചെയ്യും, അല്ലെ? അങ്ങനെ കൈ അടക്കത്തോടെ, കൈ ഒതുക്കത്തോടെ അതിവേഗത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഫലമ്മ അൽഖൂ, അവരുടെ വിദ്യ ആരംഭിച്ചപ്പോ, സഹറു അയുനന്നാസ് അവർ ജനങ്ങളുടെ കണ്ണുകളെ വശീകരിച്ചു കളഞ്ഞു. വസ്തർഹബൂഹും അവരെ ഭീതിയിൽ അകപ്പെടുത്തി. അത്രയും നാടകീയമായിരുന്നു രംഗം. വജാഉ ബിസിഹ്റിൻ അളീം, എന്നിട്ട് അള്ളാഹു തന്നെ പറയാണ്, അവര് ഭയങ്കര സിഹറുമായിട്ടാണ് വന്നിരിക്കുന്നത്, വലിയ ജാലവിദ്യയുമായിട്ടാണ് വന്നത്.
അപ്പൊ എന്താ സിഹർ എന്ന വാക്കാണല്ലോ ഇവിടെ ഉപയോഗിക്കുന്നത്, അല്ലെ? ജാലവിദ്യ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. പിന്നെ അതിന് സിഹർ എന്ന് നമ്മൾ സാങ്കേതികമായി പറയുന്ന ഒരു കാര്യമില്ല. ആഭിചാരം എന്ന അർത്ഥത്തില് അതിനും സിഹർ എന്നാണ് പറയാം. നമ്മൾ സൂറത്തുൽ ബഖറയില് നേരത്തെ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സൂറത്തുൽ ബഖറയില് നേരത്തെ 101, 106 ആയത്തുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സിഹർ? 102, 103 ആയത്തുകളിൽ സുലൈമാൻ അലൈഹിസ്ലാമുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്രയേലർ സിഹർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് അവിടെ പരാമർശം. അപ്പോൾ സിഹറിന് യാഥാർത്ഥ്യമുണ്ടോ? മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയോ എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷി സിഹറിനുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ക്ലാസ്സിൽ അന്ന് വിശദീകരിച്ചിട്ടുണ്ടാവും. കൺകെട്ട് എന്നാണല്ലോ സാധാരണ പറയാം മാജിക്കിന്. കണ്ണ് കെട്ടിക്കളയാണ്, അല്ലെ? നമ്മുടെ കണ്ണ് കെട്ടുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ശരിക്കും കാണുന്നതിനപ്പുറം ചിലത് അവർ കാണിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാവാറില്ലേ? ഇപ്പൊ ഫാന് കറങ്ങുമ്പോൾ എന്താ സംഭവിക്കാം? ഫാന് വട്ടത്തിൽ കറങ്ങുന്നതായിട്ട് നമ്മൾ കാണും. ഫാനിന്റെ ലീഫൊക്കെ കൂടിയിട്ട് വട്ടത്തിലായതായിട്ട് നമ്മൾ കാണും. ശരിക്കും ലീഫ് എങ്ങനെയാണ്? നീളത്തിലാണ് ഉള്ളത്, പക്ഷെ അത് കറങ്ങുമ്പോൾ റൗണ്ടിലാണ് കറങ്ങുന്നത്, അല്ലെ? അപ്പൊ അതൊരു കൺകെട്ടാണ് എന്ന് പറയാൻ പറ്റും. ഇതേപോലുള്ള പല അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ജംഗ്ഷനിൽ ട്രെയിൻ നിർത്തിയിട്ട് ട്രെയിനിന്റെ അകത്തിരിക്കാൻ. അപ്പൊ അപ്പുറത്ത് വേറൊരു ട്രെയിൻ ഉണ്ട്, ഇപ്പുറത്തൊരു ട്രെയിൻ ഉണ്ട് എന്ന് കരുതാം. അപ്പൊ നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ട്രെയിൻ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ സൈഡിലേക്ക് നോക്കുമ്പോഴോ നമ്മുടെ ട്രെയിൻ നിശ്ചലമാണ്. അതെന്താ സംഭവിക്കുന്നത്? ശരിക്കും നമ്മുടെ ട്രെയിൻ അല്ല നീങ്ങുന്നത്, മറിച്ച് വലതുവശത്തുള്ള ഒരു ട്രെയിൻ മെല്ലെ നീങ്ങി തുടങ്ങാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ട്രെയിനാണ് സഞ്ചരിക്കുന്നത് തോന്നും. ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. എന്താണ് സംഭവം? എല്ലാ ട്രാക്കും ഒരേ ഉയരത്തിൽ ഒരേ ലെവലിലാണ് നിൽക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ മറ്റേ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ നമ്മളാണെന്ന് നമുക്ക് തോന്നാണ്. ഈ ഭാഗത്ത് അങ്ങനെ ട്രെയിൻ സഞ്ചരിക്കുന്നില്ല, അതുകൊണ്ട് സ്റ്റക്കായി നിൽക്കും പോലെ തോന്നും. ശരിക്കും അതിലൊരു സിഹർ സംഭവിക്കുന്നുണ്ട്. വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ അതിവേഗം പിറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ലേ? ഇതൊക്കെ കൺകെട്ടിൽ പെടുന്ന ഒരു സംഗതിയാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങളെ ജാലവിദ്യക്കാരൻ കൈയടക്കത്തോടെ വേഗത കൊണ്ട് അതിവേഗത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ പെട്ടുപോവാണ്. അങ്ങനെ അയാള് പിന്നെ ഒരു ടവല് പെട്ടിയില് ആദ്യം ഒരു ടവല് ഇട്ട് അതിങ്ങനെ പൊക്കി കാണിക്കും ടവലാണ്, അല്ലെ? പിന്നെ അയാൾ കൈയിട്ട് എടുക്കുന്നത് പെട്ടെന്ന് പെടക്കുന്ന ഒരു മുയലിനെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു, എന്താ സംഭവിച്ചത്? അത് അയാളുടെ കൈവേഗത നമുക്ക് മനസ്സിലാകുന്നില്ല. സംഗതി ഒറിജിനൽ മുയലാണ്, പക്ഷെ നമുക്ക് അയാളുടെ കൈവേഗതയും നമ്മുടെ കണ്ണും തമ്മിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്നില്ല. അത്രയും വേഗതയിൽ അയാൾ കാര്യം ചെയ്യും. അപ്പൊ ഇങ്ങനെ ജാലവിദ്യ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ? മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജാലവിദ്യ, ഈ സിഹിർ എന്ന സംഗതിയും പഞ്ചേന്ദ്രിയങ്ങളെ സ്വാധീനിക്കും. അതിനുവേണ്ടി അവർ ചില പശ്ചാത്തലങ്ങളൊക്കെ ഒരുക്കും. ഈ മന്ത്രവാദികളുടെ അടുക്കലേക്ക് ചെന്നാല് അങ്ങനെയൊക്കെയാണ്. പെട്ടെന്ന് അവരെന്തെങ്കിലുമൊക്കെ പറയും, അതെടുക്കുക ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഞെട്ടിച്ചു കളയും. അപ്പോഴേക്ക് നമ്മുടെ മനസ്സ് അവരുടെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ടാവും എന്നതാണ്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പൊ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ? പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും പറയുന്നത് സിഹിറിന് യാഥാർത്ഥ്യമില്ല. എന്നാൽ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളെ സ്വാധീനിക്കാൻ സിഹിറിന് കഴിയും. അങ്ങനെ വരുമ്പോൾ അത് മനസ്സിനെയും സ്വാധീനിക്കും. പക്ഷെ അത് പലപ്പോഴും സംഭവിക്കുന്നത് ദുർബല മനസ്സുള്ള ആളുകളിലായിരിക്കും. ഓർക്കുന്നില്ലേ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്? അപ്പൊ നമ്മളിപ്പോ കാലത്ത് വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറക്കുമ്പോൾ അവിടെ ഒരു ഫലകത്തിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എന്തൊക്കെയോ കളം വരച്ച് എഴുതിയിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് എടുത്തു നോക്കുമ്പോൾ ഓ, ഇത് മാരണമാണല്ലോ എന്ന് മനസ്സിലാക്കി, അല്ലെ? അപ്പൊ മനസ്സ് ദുർബലമായ ഒരാളാണെങ്കിൽ അപ്പൊ അയാൾ ആലോചിക്കുകയാണ്, ഇതുകൊണ്ടാണ് എനിക്ക് അസുഖം, മനസ്സിന് സുഖമില്ലാത്തത്, ബന്ധങ്ങൾ വഷളായത്, സാമ്പത്തിക ഞെരുക്കം, എല്ലാം ആരോ എനിക്കെതിരിൽ എന്തോ പണി ചെയ്യുന്നുണ്ട്. അതോടുകൂടി അയാൾ ഭയങ്കര ഡെസ്പറായി. അയാൾക്ക് പിന്നെ ഉറക്കം കിട്ടുന്നില്ല, ഭക്ഷണം വേണ്ട, ആകെ പ്രശ്നമാണ്.
അപ്പൊ ഇതിന് പരിഹാരം എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് ഇയാൾ വേറെ എവിടെയെങ്കിലും ഒരാളത്തേക്ക് പോകും. അതേ സമയത്ത് മനസ്സുറപ്പുള്ള ആളാണെങ്കിൽ അയാൾ എന്താ ചെയ്യാം? ഈ പേപ്പർ എടുത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ട് കീറി കത്തിച്ചു കളയും, അല്ലേ? ഇതാണ് സംഭവിക്കുക. ഇനി അതല്ലെങ്കിൽ ഒരു മുട്ടയിലാണ് എഴുതിയത്, അപ്പോൾ അതിങ്ങനെ എടുത്ത് ബേജാറായി നമ്മൾ ഉടനെ അതിന് പരിഹാരം കാണാൻ വേറൊരാളുടെ അടുത്തേക്ക് ഓടുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യുക? ആ മുട്ട കഴുകി എടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കും, അല്ലേ? മനസ്സാണ് പ്രധാനം, മനസ്സിന്റെ കരുത്താണ് പ്രധാനം. അപ്പൊ ഇവിടെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാല്, അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യമുണ്ട്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സബഉൽ മൂബിഖാത്തിൽ 7 വൻ പാപങ്ങൾ എണ്ണിയപ്പോ ഒന്നാമത്തേത് ഷിർക്ക് പറഞ്ഞു, രണ്ടാമത്തേത് സിഹിറല്ലേ പറഞ്ഞത്. അപ്പൊ സിഹിർ ഇല്ലെങ്കിൽ അത് വൻ പാപമാകുന്നത് എങ്ങനെ? അപ്പൊ ഇല്ലാത്ത ഒന്നിൽ വിശ്വസിക്കുക, അത് യാഥാർത്ഥ്യമാണെന്ന് കരുതുക, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കാം, ഇങ്ങനെ സംഭവിക്കരുത് എന്നാണ് പറയുന്നത്. സംഗതി ഇല്ല, പക്ഷേ ഉള്ളതായിട്ട് ജനം വിശ്വസിക്കുന്നു, അതിന്റെ പിന്നാലെ ഓടുന്നു, മനുഷ്യ ബന്ധങ്ങൾ വഷളാകുന്നു. നമുക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അയാളുടെ വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ വല്ലതും കൊണ്ടുവന്ന് വെച്ചാല് അതോടുകൂടി അയാൾ പിന്നെ ടെൻഷനിലായി. അപ്പൊ അയാൾക്ക് നമ്മൾ സംശയം, നമുക്ക് അയാളെ സംശയം, ഇങ്ങനെ മനുഷ്യ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ ഇതിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ആ പണി ചെയ്യരുത് എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് യാഥാർത്ഥ്യമില്ല, പക്ഷെ ആളുകൾ ഇത് ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകരുത് എന്നുള്ളതാണ് ഖുർആനിക അധ്യാപനം എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്തായി? ഇവരിങ്ങനെ ജാലവിദ്യ കാണിച്ചപ്പോ ജനങ്ങളാകപ്പാട് ബേജാറായി എന്നാണ്. സഹറു ആയുനന്നാസ്, ജനങ്ങളുടെ കണ്ണുകളെ അവർ വശീകരിച്ചു. അങ്ങനെ വസ്തർഹബൂഹും, അവരെ ഭയപ്പെടുത്തി കളഞ്ഞു. കാരണം അമ്മാതിരി സിഹിറുമായിട്ടാണ്, ജാലവിദ്യയുമായിട്ടാണ് അവർ വന്നത്. അവർ നന്നായിട്ട് പരിശീലിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഒരു സന്ദർഭത്തിൽ എത്തി കാര്യങ്ങൾ. അപ്പൊ മൂസ അലൈഹിസ്ലാമോ, ഒരു ഘട്ടത്തിൽ മൂസ അലൈഹിസ്ലാമും ഇത് കണ്ട് പരിഭ്രമിച്ചു പോയി എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മൂസ അലൈഹിസ്ലാമിന്റെ അകത്തും പെട്ടെന്ന് ഒരു നിമിഷം ഭയപ്പാടുണ്ടായി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ പ്രവാചകൻ അങ്ങനെ സംഭവിക്കാമോ? സംഭവിക്കരുത്. പക്ഷെ പ്രവാചകനും ഒരു മനുഷ്യനാണ്. ആ നിലയ്ക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു അസ്വസ്ഥത മൂസ അലൈഹി ഇസ്ലാമിന്റെ മനസ്സിലുണ്ടായി. എന്നാലോ അതിന് യാഥാർത്ഥ്യമില്ല എന്ന് അള്ളാഹു ഉടനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നമാ സനഉ കൈദു സാഹിർ, അവർ നിർമ്മിച്ചത് ആഭിചാര തന്ത്രം മാത്രമാണ് എന്ന് അള്ളാഹു പറയുന്നു. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്ത, ഈ സാഹിർ, ജാലവിദ്യക്കാരൻ, മാരണക്കാരൻ എങ്ങനെ വന്നാലും എവിടെ ചെന്നാലും വിജയിക്കുകയില്ല. സൂറത്ത് ത്വാഹ 68, 69 പരിശോധിക്കാവുന്നതാണ്. അയാൾ ഒരിക്കലും വിജയിക്കില്ല. പക്ഷെ അയാൾക്ക് ചില തന്ത്രങ്ങൾ കാണിച്ച ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കണം. അള്ളാഹു അല്ലാതെ ഒരു രക്ഷകനില്ല. അള്ളാഹുവിന് മാത്രമേ എനിക്ക് ഖൈറും ഷെറും വരുത്താൻ കഴിയും. അങ്ങനെയല്ലേ നമ്മൾ ഈമാൻ കാര്യങ്ങൾ ചൊല്ലി പഠിക്കുമ്പോൾ 6ാമതായിട്ട് പറയുന്നത്, വിശ്വസിക്കുന്നത് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ എന്നിട്ടും അയാൾക്ക് എന്നോട് ദേഷ്യമാണ്, അയാൾ എനിക്കെതിരിൽ എന്തോ ചെയ്യുന്നുണ്ട്, മറ്റേയാൾ എന്തോ ചെയ്യുന്നുണ്ട്, കൂടോത്രം ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിച്ച് പോവാണല്ലോ ചെയ്യുന്നത്, അല്ലേ? അത് വളരെ ഗുരുതരമായ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു. അപ്പോ അല്ലാഹു തആല മൂസ അലൈഹിസ്സലാമിന് വഹയി നൽകുന്നു. 117ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. وأوحينا إلى موسى أن ألق عصاك فإذا هي تلقف ما يأفكون فوقع الحق وبطل ما كانوا يعملون. وأوحينا, അപ്പോൾ നാം വഹയി നൽകി. അല്ലാഹു തആല പറയാണ് വഅൗഹൈന, നാം വഹയി നൽകി, അഥവാ മൂസ അലൈഹി ഇസ്ലാമിന് രഹസ്യമായിട്ട് നിർദ്ദേശം നൽകി. വഹയി അങ്ങനെയാണല്ലോ, മറ്റൊരാൾക്ക് കാണാനോ കേൾക്കാനോ പറ്റാത്ത രൂപത്തിൽ
അള്ളാഹു തആല മൂസ അലൈഹി ഇസ്ലാമിന്റെ മനസ്സിലേക്ക് വഹി ഇട്ട് കൊടുക്കാൻ. വഔഹൈന ഇലാ മൂസ, എന്താണ് വഹയ്? അൻ, എന്തെന്നാൽ അൽഖി, നീ ഇടുക, അസാക, നിന്റെ വടി, അസ വടി, ക നിന്റെ വടി നീ നിലത്തിടുക. ഇതാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാം നൽകിയ നിർദ്ദേശം. സൂറത്ത് ത്വാഹയിലേക്ക് അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ലാ തഖഫ് ഇന്നക അൻതൽ അഅല, താങ്കൾ ഭയപ്പെടരുത്, താങ്കൾ തന്നെയാണ് ഉന്നതൻ എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിനോട് വടിയിടാൻ പറഞ്ഞു. ഫഇദ, അപ്പോൾ അതാ, ഹിയ, അത്, ആ വടിയുണ്ടല്ലോ, തൽഖഫു മാ യഫികൂൻ. തൽഖഫു, ലഖിഫ യൽഖഫു, വിഴുങ്ങി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അത് ധൃതിയിൽ പിടികൂടി. ഈ വടി ഇങ്ങനെ പെട്ടെന്ന് പാമ്പായി മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ്. തൽഖഫു മാ യഫികൂൻ, ഇവിടെ അത് പാമ്പായി എന്ന് പറയുന്നില്ല. ഫഇദാ ഹിയ തൽഖഫു മാ യഫികൂൻ, ഇത് അവിടെ അവരുണ്ടാക്കിയിരിക്കുന്ന കൃത്രിമങ്ങളെ ഒക്കെ വിഴുങ്ങിക്കളഞ്ഞു. അഫിക്ക, അഫക്ക യഫിക്കു എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ചെയ്തു എന്നാണ്. ഒരു കാര്യം ആരോപിച്ചു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അപ്പൊ അവരുടെ വ്യാജങ്ങൾ, മാ യഫിക്കൂൻ എന്ന് പറയുമ്പോൾ അവര് ഉണ്ടാക്കിയിരിക്കുന്ന വ്യാജമായ ജാലവിദ്യകളെയൊക്കെയും തൽഖഫു, അത് ധൃതിയിൽ പിടികൂടി വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായി? ഫവഖഅൽ ഹഖു, ഫവഖഅ, സംഭവിച്ചു, തെളിഞ്ഞു, അൽ ഹഖ്, സത്യം എന്താണെന്ന് തെളിഞ്ഞു. വബത്തല മാ കാനൂ യഅമലൂൻ, വബത്തല, അസാധുവായി, പൊളിഞ്ഞുപോയി, തോറ്റുപോയി, മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതൊക്കെയും പരാജയപ്പെടുകയും ചെയ്തു എന്ന് അല്ലാഹു തആല അതിനെക്കുറിച്ച് പറയാണ്. ഫഗുലിബു ഹുനാലിക വൻഖലബു സാഗിരീൻ. ഫഗുലിബു, അങ്ങനെ അവര് തോൽപ്പിക്കപ്പെട്ടു, ഫിർഔനും ജാലവിദ്യക്കാരും ഒക്കെ തോൽപ്പിക്കപ്പെട്ടു, ഹുനാലിക, അവിടെ വെച്ച്, വൻഖലബു, അങ്ങനെ അവര് മാറി അല്ലെങ്കിൽ മറിഞ്ഞു. എന്തായിട്ട്? സാഗിരീൻ, നിന്ദ്യരായിട്ട്. സഗീർ ചെറുത് എന്നാണ്, സാഗിരീൻ അപമാനിതരായിട്ട് മാറി എന്ന് അല്ലാഹു തആല അവരെ കുറിച്ച് പറയാണ്. ഇതാണ് പിന്നെ ഉണ്ടായത്. സൂറത്ത് ത്വാഹയിൽ അത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നത് കാണാം. അപ്പൊ ഒരുപാട് കയറുകളും വടികളും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെന്താണ് നിലത്തിട്ടത് എന്നതിനെ കുറിച്ച് ഇവിടെ അല്ലാഹു തആല പ്രത്യേകിച്ച് വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതേ സമയത്ത് സൂറത്ത് ശുഅറയിൽ പറയുന്നു, ഫഅൽഖൗ ഹിബാലുഹും വഇസിയുഹും, അവരുടെ കയറുകളും വടികളുമാണ് അവർ നിലത്തിട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവ നിലത്തിട്ടപ്പോ പെട്ടെന്ന് അവ പാമ്പുകളായിട്ട് ഇങ്ങനെ പൊളയുന്നതായി ആളുകൾക്ക് തോന്നി. അതാണ് ആളുകളെ അവർ ഭയപ്പെടുത്തി എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം. പക്ഷെ മൂസ അലൈഹിസ്ലാം തന്റെ വടി നിലത്തേക്ക് ഇട്ടപ്പോഴോ എന്തായത്? തൽഖഫു മാ യഫികൂൻ, അവരുടെ കൃത്രിമ നിർമ്മാണങ്ങളെ, അവരുടെ ജാലവിദ്യകളൊക്കെയും അത് വിഴുങ്ങിക്കളഞ്ഞു. അവിടെ വിഴുങ്ങി എന്നതിന്, തൽഖഫു എന്നതിന് പല വ്യാഖ്യാനങ്ങളാണ്. ഒന്ന്, അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ ഉഗ്ര സർപ്പം അത് വടികളെയൊക്കെയും വാ പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞതാണ്. മറ്റൊന്ന്, ഈ സർപ്പം അവരുടെ വടികളൊക്കെ പോയിട്ട് തൊട്ടു. അവ ഇങ്ങനെ ജാലവിദ്യ കൊണ്ട് സർപ്പം പോലെ ഇളകുന്നുണ്ട്, അത് സർപ്പമായിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അവ പോയി തൊടുമ്പോഴേക്ക് അവ വടിയും കയറുമായിട്ട് മാറി എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതിനെ തുടർന്ന് ആ ലക്ഷക്കണക്കായ ആൾക്കൂട്ടത്തിന് സംഗതി മനസ്സിലായി. ഫവഖഅൽ ഹഖു, സത്യം യാഥാർത്ഥ്യമായി, വ്യക്തമായി, തെളിഞ്ഞു. വബത്തല മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, ചെയ്തുകൊണ്ടിരുന്ന ജാലവിദ്യയൊക്കെ പൊളിഞ്ഞുപോയി. ഫഗുലിബു, അങ്ങനെ അവര് പരാജിതരായിട്ട് മാറുകയാണ്, തോൽപ്പിക്കപ്പെട്ടു. ഹുനാലിക, അവിടെ വെച്ച്, വൻഖലബു സാഗിരീൻ, അങ്ങനെ അവർ അപമാനിതരായിട്ട് മടങ്ങി എന്ന് അല്ലാഹു പറയുന്നു. ഇവിടെ ശരിക്കും ഈ ജാലവിദ്യയും മൂസാ അലൈഹി ഇസ്ലാമിന്റെ മൊയ്ജിസത്തും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത് അല്ലെ. അതിനും അപ്പുറം ചിന്തിച്ചാല് മനുഷ്യൻ നിർമ്മിച്ച പല ചിന്താഗതികളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇന്ന് ലോകത്ത്, ഭൗതിക പ്രസ്ഥാനങ്ങൾ, അതൊക്കെ എന്താണ്? ഈ പറഞ്ഞതുപോലുള്ള ഓലപ്പാമ്പാണ്. എന്തിന്റെ മുമ്പില്? ഇസ്ലാം എന്ന സത്യത്തിന്റെ മുമ്പില്
ഏത് ഇസമായാലും, കമ്മ്യൂണിസം ആയാലും ക്യാപിറ്റലിസം ആയാലും, അങ്ങനെ തുടങ്ങിയിട്ട് ഈ ലോകത്തുള്ള സകല ഇസങ്ങളും ഓലപ്പാമ്പുകളാണ്. മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത കൃത്രിമമായ ജീവിത ശൈലികളാണ്. അതൊന്നും ആത്യന്തികമായിട്ട് നന്മയാവില്ല. അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമേ യഥാർത്ഥ സത്യമാവുകയുള്ളൂ, അതിനെ നിലനിൽക്കാൻ അർഹതയുള്ളൂ എന്ന് കൂടിയാണ് ഈ മുഅ്ജിസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. കുറെ പദങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതിനാൽ തഫ്സീർ വെച്ചുകൊണ്ട് കൂടുതൽ വായിക്കാനും പഠിക്കാനും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് നന്നായി പഠിക്കുവാൻ, വളരുവാൻ, ദീനിന്റെ വഴിയിൽ നിലകൊള്ളുവാൻ തൗഫീഖ് നൽകണേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ നാഥ. സാമ്പത്തിക പ്രയാസങ്ങളുള്ളവർക്ക് ആശ്വാസം നൽകണേ റബ്ബേ. നമ്മുടെ ക്ലാസ്സിലെ എടപ്പള്ളിയിൽ അൽ അമീനിൽ പഠിച്ചുകൊണ്ടിരുന്ന സഹീർ സാഹിബ് കഴിഞ്ഞ ദിവസം അള്ളാഹുലേക്ക് യാത്രയായി. അള്ളാഹുവെ, അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. വീഴ്ചകൾ പുറത്തു കൊടുക്കണേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കലൂരിലെ സാലിഹ് കല്ലേൽ എന്ന സഹോദരൻ അള്ളാഹുലേക്ക് യാത്രയായിട്ടുണ്ട്. പഠിച്ചവനെ, ആ സഹോദരനും ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ സജീവമായിട്ട് പങ്കെടുത്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കണം നാഥ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.